പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിന്റെ യുദ്ധക്കളത്തിലേക്ക് അധർമ്മത്തെ അമർച്ച ചെയ്യാൻ, അക്രമത്തിന് അറുതി വരുത്താൻ, അക്രമത്തെ ഉച്ചാടനം ചെയ്യാൻ, മനുഷ്യർക്ക് നീതിബോധത്തിന്റെ, ധർമ്മബോധത്തിന്റെ, വിശ്വാസത്തിന്റെ, സത്യത്തിന്റെ, സമത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലോകത്തേക്ക്, ശുദ്ധിയുടെ ലോകത്തേക്ക് അവരെ നയിക്കാൻ, അക്രമത്തിനെതിരെ, മർദ്ദനങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ നിലകൊണ്ട ലോകത്തിന്റെ വിമോചകനെ, പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അധർമ്മത്തെ അമർച്ച ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പട്ടാള ചിട്ടയോടെ ഒരുങ്ങിയ ആളുകളെ അണിചേർത്ത് നിർത്തുകയാണ്. അണിചേർത്ത് നിർത്തുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരനായ കുഞ്ഞുമോൻ കടന്നു വരുന്നു. റഫ്അ എന്ന കുഞ്ഞുമോൻ കടന്നു വന്നുകൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, എനിക്കും ഉഹദിലേക്ക് പോകുന്ന ഈ ധർമ്മത്തിന്റെ സേനയിൽ അംഗമാകണം, ഈ ധർമ്മത്തിന്റെ പടയാളികളിൽ എനിക്കും ചേരണം, എനിക്കും അധർമ്മത്തോട് പടവെട്ടണം. നോക്കുമ്പോ റഫ്അ കുട്ടിയാണ്. മുതിർന്നവരെ തെരഞ്ഞെടുക്കുന്ന സദസ്സിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം കുട്ടികൾക്ക് പ്രാധാന്യം നൽകാതെ, കുഞ്ഞുമക്കൾക്ക് എന്ത് സ്ഥാനം, യുദ്ധക്കളത്തിലേക്ക് പോകുന്ന അധർമ്മത്തിനെതിരായ പടയോട്ടത്തിൽ ഓമന മക്കൾക്ക് എന്ത് സ്ഥാനം, അതുകൊണ്ട് താൻ തിരസ്കരിക്കപ്പെടുമെന്നറിഞ്ഞുകൊണ്ട് റഫ്അ എന്ന കുട്ടി തന്റെ കാലിന്റെ മടമ്പിന്മേൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ വലിയവനാണ് എന്ന് പരിശുദ്ധ റസൂലിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നേരെ ചൊവ്വേ കാലിൽ മേൽ നിന്നാൽ തന്റെ ഉയർച്ചയുടെ കുറവുകൊണ്ട്, തന്റെ വളർച്ചയുടെ കുറവുകൊണ്ട്, തന്റെ പ്രായത്തിന്റെ കുറവുകൊണ്ട്, തന്റെ വലിപ്പച്ചെറുപ്പം കൊണ്ട് തന്നെ പരിഗണിക്കാതെ തന്നെ തിരസ്കരിക്കുമോ എന്ന് ഭയപ്പെട്ട റഫ്അ അതാ കാലിന്റെ മടമ്പിന്മേൽ ഒരു സമയത്തും, പിന്നെ കാലിന്റെ വിരലുകളിൽ മറ്റൊരു സമയത്തും ഉയർന്നു നിന്നുകൊണ്ട് വലിപ്പം കൂട്ടി താൻ വലിയവനാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പരിശുദ്ധ റസൂലിനോട് കെഞ്ചുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിക്കുകയാണ്, എന്നെയും കൂടി പരിഗണിക്കണേ. അങ്ങനെ റഫ്ഇനെ പരിഗണിച്ചു. റഫ്ഇ പടയാളികളിൽ അംഗമായി. റഫ്ഇ അധർമ്മത്തിനെതിരായ പടയോട്ടത്തിലെ അംഗമായി. അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ, അക്രമം വർദ്ധിച്ചു വരുമ്പോൾ അതിനെ ചെറുക്കാൻ ധർമ്മത്തിന്റെ നേതൃസ്ഥാനത്ത് വന്ന പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം യുദ്ധക്കളത്തിലെത്തിയപ്പോൾ പരിശുദ്ധ റസൂൽ അവിടെ ഒരു ടെന്റിൽ വിശ്രമിക്കുകയാണ്. അവിടുന്ന് ഒരു കൂടാരത്തിൽ വിശ്രമിക്കുകയാണ്. ധർമ്മത്തിന്റെ നായകൻ കൂടാരത്തിൽ വിശ്രമിക്കുകയാണ്. സുഗന്ധമൂറുന്ന വ്യക്തിത്വമേ, ലോകത്തിന്റെ കാരുണ്യത്തിന്റെ ദീപമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.